ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നൊരു 30 മിനിറ്റ്സ് കൊണ്ട് ഒരു ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നേ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റൗ കത്തിച്ച് പാൻ വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക. നമ്മൾ പാസ്ത വെച്ചിട്ടാണ് ഇന്ന് ഡിന്നർ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാസ്ത നിങ്ങൾക്ക് എത്ര പേരുണ്ടോ അതനുസരിച്ചുള്ള പാസ്ത ആഡ് ചെയ്യുക. പിന്നെ ആ പാസ്തയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, അത് വേകാനുള്ള വെള്ളം കുറച്ചും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ കുറച്ച് കോക്കനട്ട് ഓയിലോ നിങ്ങൾ ആഡ് ചെയ്യുക. അതുകൊണ്ട് കൂടെ കുറച്ച് സോൾട്ടും കൂടി ആഡ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ. ഇതൊരു 15 to 20 മിനിറ്റ്സ് നമ്മളൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക. ഇനി പാസ്തയിലേക്ക് ആഡ് ചെയ്യുന്നത് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് കുക്കുംബർ, അതുപോലെ തന്നെ ചിക്കൻ സ്മോൾ പീസസ് ആയിട്ട് കട്ട് ചെയ്തതാണ്. അതിലേക്ക് ഇനിയിപ്പോൾ ചിക്കൻ നമ്മൾ മാഗ്നേറ്റ് ചെയ്യണം. അതിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്യുക. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെപ്പർ ആഡ് ചെയ്യുന്നത്. പെപ്പർ ആഡ് ചെയ്യുക. അതിനുശേഷം കുറച്ച് സോൾട്ടും പെപ്പറും ആണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വേറെ ചില്ലി പൗഡറോ അല്ലെങ്കിൽ ചിക്കൻ മസാലയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് ഗരം മസാല നമ്മൾ ചേർക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ സോൾട്ട് ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പെപ്പർ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കനിലൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ എക്സ്ട്രാ പൗഡേഴ്സൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇതിലേക്ക്. കാര്യം ഒരുപാട് സ്പൈസി ആയ പിള്ളേർക്കും കുട്ടികൾക്കും കൊടുക്കാനാണെങ്കിലും നമുക്ക് ഒരുപാട് എരിവ് തന്നെ അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറെ പൗഡേഴ്സൊന്നുമില്ല. കുറച്ച് ഗരം മസാല, പെപ്പർ, സോൾട്ട് ഇത് മാത്രം ഇട്ടിട്ട് ചിക്കനൊന്ന് നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്യുക. ചിക്കനിന് എല്ലായിടത്തും മസാല ഫ്ലേവറും പെപ്പറും സോൾട്ടും എല്ലാം ഒന്ന് ആകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒക്കെ ഒരു 2-3 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് ക്യാരറ്റാണ്. ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും നമുക്ക് കുറച്ച് പീൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കട്ടർ എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ക്യാരറ്റും കുക്കുംബറും പീൽ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ക്യാരറ്റും കുക്കുംബറും എല്ലാം പീൽ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ആവശ്യത്തിനുള്ളതാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇനി പാസ്ത നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു, അത്യാവശ്യം നല്ല രീതിയിൽ അത് കുക്കായി വരുന്നുണ്ട്. നമ്മൾ നോക്കുക വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക. അപ്പോൾ കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം കൂടി നമ്മളൊന്ന് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അത്യാവശ്യം വേകണമല്ലോ, അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിലൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് ഒന്ന് നമ്മളൊരു ഇച്ചിരി നേരം ഒരു 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അടുത്തത് ചിക്കൻ ഫ്രൈ ചെയ്യാനാണ്. പാൻ എടുത്ത് വയ്ക്കുക, ഫ്രൈ പാൻ. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫുള്ള് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അത് നല്ല രീതിയിൽ ഒന്ന് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ വയ്ക്കുന്നുണ്ട്. പാനിലേക്ക് നമ്മൾ ബട്ടർ ആഡ് ചെയ്യുകയാണ്. ചെറിയൊരു പീസസ് ആണ് ആഡ് ചെയ്യുന്നത് ബട്ടർ. നമ്മളിതെല്ലാം നമുക്ക് വെജിറ്റബിൾസും അതുപോലെ തന്നെ പാസ്തയൊക്കെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്ന അത്രയും കുറച്ച് ബട്ടർ അതിലേക്ക് ആഡ് ചെയ്യുക. ഒരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഓക്കെ, അത് നമുക്ക് ആ ഒരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ പ്രോബയോട്ടിക് കേർഡാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ കേർഡ് വേണ്ടവർക്ക് കേർഡ് ഇടാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം വേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാൻ ഇതിലേക്ക് കേർഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിലൊരു വലിയ 3 ടേബിൾ സ്പൂൺ കേർഡ് എടുത്തിട്ടുണ്ട്. അത് മിക്സ് ചെയ്യാം. അത് ഇട്ടിട്ട് നല്ല രീതിയിൽ എല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കുറച്ച് സോൾട്ട് നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സോൾട്ട് ആഡ് ചെയ്യുക. വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് പെപ്പറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പൈസി വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ വെജിറ്റബിൾസ് പീൽ ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റും കുക്കുംബറും അതിലേക്ക് ഇടുക. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ വേവിച്ച് വെച്ച
പാസ്ത നമ്മൾ നല്ല രീതിയിൽ കുക്ക് ചെയ്തിട്ടുണ്ട്. അതും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്യാം. എല്ലായിടത്തും ആവുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് പെപ്പർ വേണ്ടവർക്ക് പെപ്പർ ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ചില്ലി ഫ്ലേക്സ് കുറച്ചും കൂടി വേണ്ടവർക്ക് എരിവ് ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും കൂടി ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, ഇനി നമുക്കത് സെർവ് ചെയ്യാം. നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ഡിന്നറാണിത്. എല്ലാവരും ഒന്ന് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.